ഗുഡ് മോർണിംഗ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. എല്ലാവർക്കും നല്ലൊരു സുഖവും സന്തോഷവും നിറഞ്ഞ പുതിയൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്കിന്ന് നമ്മുടെ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഓക്കെ. അപ്പോൾ നമ്മള് കഴിഞ്ഞൊരു മോർണിംഗ് സർക്കിളില് ഞാന് അമ്മമാരുടെ കഥകളും അവരനുഭവിക്കുന്ന സ്ട്രെസ്സും ടെൻഷനും അവരുടെ രാവിലത്തെ ഓട്ടപ്പാച്ചിലും ഒക്കെ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ മോർണിംഗ് സർക്കിളില്. അപ്പൊ അതുപോലെ ഒരു ടെൻഷൻ അനുഭവിക്കുന്ന, അതുപോലെ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു ജീവനും കൂടെ നമ്മുടെ വീട്ടിലുണ്ട് അല്ലെ. അന്ന് നമ്മൾ പറഞ്ഞ സമയത്ത് മിക്ക ഫാദേഴ്സിന്റെ ഇടയിലും തോന്നിയിട്ടുണ്ടായിരിക്കും, നമ്മളും അനുഭവിക്കുന്നില്ലേ കുറെ സ്ട്രെസ്സൊക്കെ, പക്ഷെ എല്ലായിടത്തും ഈ അമ്മമാരുടെ സ്ട്രെസ്സും ടെൻഷനും മാത്രമാണല്ലോ പുകഴ്ത്തി പറയുന്നത് എന്ന് ചെറിയ രീതിയിലെങ്കിലും ഒരു ഈഗോ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെ. അപ്പൊ നമുക്കിന്ന് ആ ഒരു ജീവനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യന് നേരം പുലർന്ന് വൈകുന്നേരം വരെ ഉരുകി ഇട്ടാണ് ഉരുകി നമ്മൾ പറയും ചോര നീരാക്കി കൊണ്ടുവരുന്ന ക്യാഷ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നട്ടല് നിവർത്തി നിൽക്കാൻ നമുക്ക് പറ്റുന്നത്. അപ്പോ പേറ്റുനോവിന്റെ കഥകൾ പറയാനും, പെറ്റുമ്മ പാലൂട്ടിയ കഥകൾ പറയാനും, പെറ്റുമ്മയെ വാനോളം സ്നേഹിച്ച് ഒരുപാട് അവരെ പരിഗണിക്കേണ്ടതും അവർക്ക് കൊടുക്കേണ്ട സ്നേഹവും അവരുടെ മഹത്വങ്ങളും നമ്മൾ പാടിയും പറഞ്ഞും ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ അതുപോലെ ഉരുകിത്തീരുന്ന ഒരു മനുഷ്യന്റെ കഥ, അതായത് നമ്മളുടെ ഉപ്പയുടെ കഥ. അപ്പോൾ ഉരുകിയ മനുഷ്യൻ നമുക്ക് തണലായത് കൊണ്ട് മാത്രമാണ് നമ്മളിന്ന് വളരെ ആരോഗ്യത്തോടു കൂടെ നാലാളുടെ മുമ്പിൽ നിവർന്നു നിൽക്കുന്നത്. ആ ഒരു മനുഷ്യന്റെ കഥ നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഒരു കവി പാടിയതുപോലെ, എൻ്റെ ഉപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല്, എൻ്റെ ഉപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിരേ, എൻ്റെ ഉപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിരേ, നേരിലോതി തന്നൊരുയിരാണ് എൻ്റെ ഉപ്പ, നേർവഴിക്ക് കൈപ്പിടിച്ച് വഴി കാട്ടി ഉപ്പ. ഇതുപോലെയാണ് ഓരോ ഉപ്പാന്റെയും കഥകൾ അല്ലെ, ഓരോ അച്ഛന്മാരുടെയും കഥകൾ. ഇവര് വെയില് കൊണ്ട് ചോര നീരാക്കിയിട്ട്, അതുപോലെ മഴയാണെങ്കിൽ മഴ അല്ലെ, മഴയും കൊണ്ട് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ക്യാഷ് കൊണ്ടാണ് മക്കളുടെ ആരോഗ്യം, അവരുടെ പഠനം, അവരുടെ ഭക്ഷണം, വസ്ത്രം, ഇങ്ങനെ തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. അപ്പോ മിക്ക ആളുകളും പറയും അല്ലെ, രണ്ട് അറ്റം കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓടി തളരുകയാണ് ഞാനെന്ന്. അപ്പൊ ഈ ഓടി തളർച്ചയുടെ ഇടയിൽ ഇവരുടെ ജീവിതത്തിലുള്ള കുറെ സന്തോഷങ്ങൾ അവർ മറന്നു പോകുന്നുണ്ട്. അവര് അനുഭവിക്കേണ്ട അവരുടെ ഇഷ്ടങ്ങള്, അവർക്ക് വേണ്ട കുറെ ഇഷ്ടങ്ങളും, അവരുടെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ, ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ, കുറെ ഇഷ്ടമുള്ള മൊമെന്റ്സ് എല്ലാം അവരുടെ ജീവിതത്തിൽ അവർ മാറ്റി വെച്ചിട്ടാണ് സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് അവർ ഉരുകിത്തീരുന്നത്. എസ്പെഷ്യലി അബ്രോഡുള്ള പാരന്റ്സ്, ഫാദേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് മൊമെന്റ്സ് അവർക്ക് മിസ്സിംഗ് ആണ്. അവരുടെ ഫാമിലിയിലാണെങ്കിലും അവരുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെയുള്ള ഒരുപാട് മൊമെന്റ്സ് അവർ മിസ് ചെയ്തിട്ടാണ് അവരുടെ ഈ ഒരു മക്കൾക്ക് വേണ്ടിയിട്ട് അവർ ജീവിക്കുന്നത്. അങ്ങനെ ഇതുപോലെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ച് ക്യാഷ് ഉണ്ടാക്കി അവരുടെ ഭാവി ഒരു ഭദ്രമാകുന്നത് വരെ ഓരോ ഉപ്പാന്റെ അടുത്തും ഓരോ ഫാദേഴ്സിന്റെയും ടെൻഷൻ എന്നുള്ളത് ചെറുതൊന്നുമല്ല അല്ലെ. ഈ ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിന് വേണ്ട ആരോഗ്യവും അതുപോലെ തന്നെ ഭക്ഷണവും വസ്ത്രവും എഡ്യൂക്കേഷനും എല്ലാം കൊടുത്തു കഴിഞ്ഞ് അവരൊരു സേഫ് ആയിട്ട് എത്തുമ്പോഴത്തേക്കും ഈ ഒരു ഉപ്പാന്റെ ആയുസിന്റെ ഹാഫ് ഭാഗം അവിടെ കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെയാണ് അവർ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഒരുപാട് അവരിൽ നിന്ന് കഴിഞ്ഞു പോയി, വലിയൊരു ദൈർഘ്യം തന്നെ അവർ കടന്നു പോയതായിട്ടായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക അല്ലെ. അപ്പോ നമ്മൾ ഈ മക്കള് ചോദിക്കുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കുന്നു, അങ്ങനെ ആ ഒരു പണത്തിനപ്പുറമുള്ള ഒരു ഫാദറും കൂടെ നമ്മൾ ചില സമയത്ത് ആവാൻ ശ്രമിക്കണം.
അപ്പൊ പണത്തിനപ്പുറം ഒരു ഉപ്പയുണ്ടെന്ന് മിക്ക കുട്ടികൾക്കും ഉള്ള ഒരു ടെൻഡൻസിയാണ്. പണം ചോദിക്കാൻ മാത്രമായിരിക്കും മിക്ക കുട്ടികളും ഉപ്പാന്റെ അടുത്ത് വരുന്നുണ്ടാവുക, ഫാദേഴ്സിന്റെ അടുത്ത് വരുന്നുണ്ടാവുക. അപ്പൊ അതിനപ്പുറം ഒരു ഉപ്പയുണ്ടെന്ന കാര്യം നമ്മൾ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതും മദേഴ്സിന്റെ കയ്യിലാണ് ആ ഒരു കീ കിടക്കുന്നത്. അപ്പൊ ഒരു ഉപ്പ വരുന്ന സമയത്ത് അവരെ വെൽക്കം ചെയ്യാനും റെസ്പെക്ട് ചെയ്യാനും, അവര് കുറെ ടയേർഡായിട്ട് വരുന്നതാണ്, അപ്പൊ അവർക്ക് വേണ്ട വാട്ടറോ എന്താണോ അവർക്ക് ആവശ്യമുള്ളത് അത് കൺസിഡർ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് അവർക്ക് വേണ്ട രീതിയിൽ കൊടുക്കാനും നമ്മൾ കുട്ടികളും കൂടെ ട്രെയിനിങ് കൊടുക്കണം. അപ്പോഴാണ് കുട്ടികൾക്ക് മനസ്സിലാവുക എന്റെ ഉപ്പ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ ആ ഒരു ക്യാഷിന്റെ വാല്യൂ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് കുട്ടികളിലേക്കും കൂടെ നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മള് മിക്ക ഫാദേഴ്സും ചിലപ്പം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം കുട്ടികൾ ചിലപ്പോൾ എഴുന്നേറ്റുണ്ടാവില്ല, അല്ലെങ്കിൽ അവര് സ്കൂളിലൊക്കെ പോകാനുള്ള തിരക്കിലായിരിക്കും. അപ്പൊ ഫാദേഴ്സ് വീട്ടിൽ നിന്ന് പോകും. പിന്നെ നൈറ്റിൽ അവരെത്തുമ്പോൾ ചിലപ്പോൾ ഉപ്പമാര് എന്തായിരിക്കും, മക്കൾ ഉറങ്ങിയിട്ടുണ്ടാവും. ഫാദേഴ്സ് വരുന്ന സമയത്ത് മക്കൾ ഉറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ അധിക സമയത്ത് ഇവർ തമ്മിൽ കാണാനുള്ളൊരു സമയം വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് മിക്ക കുട്ടികൾക്കും കൂടുതൽ ടൈം അറ്റാച്ച്മെന്റ് കൂടുതലും അമ്മമാരായിട്ട് വരുന്നത്. അപ്പോ നമ്മള് എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ വീക്കിലി ഒരു ദിവസമെങ്കിലും നമ്മളെ കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സമയം ഈ ഫാദേഴ്സ് കണ്ടെത്തണം. എന്നാൽ മാത്രമേ കുട്ടികൾക്ക് അവരുമായിട്ടൊരു അറ്റാച്ച്മെന്റും, അല്ലെങ്കിൽ ഇതിങ്ങനെ എന്നും ക്യാഷ് ചോദിക്കാനുള്ള ഒരാളായിട്ട് ഇവരെന്ത് ചെയ്യും, ഇവരെ മനസ്സിലാക്കി വെക്കും. സോ നമ്മൾ പണത്തിന് പുറമെ ആ പണം ഉണ്ടാക്കുന്നതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പക്ഷെ അതൊരു വീരവാദം പോലെ ആയി പോകരുത്. കാരണം നിനക്കൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ മതി, ഞാനൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശുണ്ടായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്, അങ്ങനെ ഇതൊക്കെ എങ്ങനെ കിട്ടുന്നതെന്നറിയോ, ഇതിനൊക്കെ എത്ര കഷ്ടപ്പെടണം, അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, ഇവരൊക്കെ നമ്മൾ മുഷിപ്പിക്കരുത്, ഒരു മടുപ്പാക്കരുത്. അപ്പം നേരത്തെ വീട്ടിൽ നിന്ന് എത്തുന്ന പാരന്റ്സ് ആണെങ്കിൽ ഒരു കുറച്ച് സമയം കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യുക. അപ്പൊ ആ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് അവരുടെ അപ്പൊ അന്ന് അവർക്ക് ഉണ്ടായ കുറെ ഫീലിങ്സ് ഉണ്ടാവും, സംഭവങ്ങൾ ഉണ്ടാകും. അവരുടെ ഓഫീസിലാണെങ്കിലും ഇനി മറ്റു ജോലി സ്ഥലത്താണെങ്കിലും അവരനുഭവിച്ച കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒരു രസകരമായിട്ട് കുട്ടികളും പിന്നെ അമ്മയും ഈ ഒരു ഫാമിലി മെമ്പേഴ്സ് ഇരുന്നിട്ട് എന്ത് ചെയ്യുക, സംസാരിക്കുക. അപ്പൊ കുട്ടികളും അവരുടെ കാര്യങ്ങൾ ഓപ്പൺ ചെയ്ത് പറയും, അമ്മയും പിന്നെ ഫാദറും അവരുടെ കാര്യങ്ങൾ ഓപ്പൺ ചെയ്ത് പറയാ. അപ്പൊ നീ കുട്ടികൾക്ക് പതിയെ മനസ്സിലാകും, എന്റെ ഉപ്പ കുറച്ചൊക്കെ ത്യാഗം ചെയ്തിട്ടാണ് എനിക്ക് ക്യാഷ് കൊണ്ടുവരുന്നത്. അപ്പൊ ഞാനത് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ ഒന്ന് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഉപ്പാന്റെ ആയുസ് അവിടെ കുറഞ്ഞു പോകും എന്നുള്ളത് നമ്മൾ കുറച്ച് ആ കുട്ടികളിലോട്ട് ആ ഒരു ചെറിയൊരു മെസ്സേജ് അതിലൂടെ പാസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ കുട്ടികൾ നമ്മളടുത്ത് എന്ത് ക്യാഷ് ചോദിക്കുകയാണെങ്കിലും അത് എന്റെ ആവശ്യവും അത്യാവശ്യവും ഒക്കെ മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം മാത്രം ക്യാഷ് കൊടുക്കുക. ചോദിക്കുമ്പോഴത്തേക്കും എത്രയാ വേണ്ടത്, എന്നാ 10 അല്ലെങ്കിൽ ഇത് 20 തന്നെ വെച്ചോ, ആ ഒരു മൈൻഡിൽ നിന്ന് മാറ്റിയിട്ട് എന്റെ മോനെ എന്തിനാണ് ഇന്ന് ക്യാഷ്, ഇന്ന് തന്നെ കൊടുക്കൽ നിർബന്ധമാണോ, അങ്ങനെയൊക്കെ എനിക്ക് ചെറിയ അർജന്റ് ഉണ്ട്, ഇനി അത്യാവശ്യമാണോ, അങ്ങനെ ഒരു ചെറിയ രീതിയിൽ അവരെ ഫീലിംഗ് അവർക്ക് കിട്ടാത്ത രീതിയിൽ പക്ഷെ ഉപ്പാന്റെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, അവർക്ക് നമ്മൾ ക്യാഷ് കൊടുക്കുക, ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കുക. പിന്നെ അതുപോലെ ചോദിക്കുമ്പോഴൊക്കെ ഡ്രസ്സ്, ചോദിക്കുമ്പോഴൊക്കെ ഫോണ്, വണ്ടി, അങ്ങനെ തുടങ്ങി കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എത്ര നിറവേറ്റി കൊടുത്താലും അവർ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടൂല. കാരണം അത് കിട്ടുന്ന സമയത്തൊരു തൃപ്തി ഉണ്ടാവും, അത് കഴിഞ്ഞു കഴിഞ്ഞാല് അത് കഴിഞ്ഞു പോകും. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യാം, പതിയെ പതിയെ അതിന്റെ ആ ഒരു വേദന മനസ്സിലാക്കിയിട്ട് കൊടുക്കുമ്പോഴാണ് അവർക്ക് ഇത് നമ്മൾ എങ്ങനെ നമുക്ക് വാങ്ങി തന്നു, അപ്പൊ അത് കൺട്രോൾ ചെയ്ത്, ഇപ്പൊ ഫോണാണെങ്കിലും ബൈക്കാണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഇതൊക്കെയാണല്ലോ നമ്മൾ ഇന്നത്തെ കുട്ടികളുടെ ആവശ്യങ്ങൾ. ഇപ്പൊ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഒക്കെ അവരുടെ നീഡ്സ് ഏകദേശം ഒക്കെ ഇന്ന് സെയിം തന്നെയാണ്. ഇപ്പോൾ ഒരു 18 ഇയേഴ്സ് കഴിഞ്ഞാൽ മിക്ക കുട്ടികൾക്കും ലൈസൻസ്, ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഒരുപോലെ തന്നെ ലൈസൻസും വണ്ടിയും ഒക്കെ ഇന്ന് എല്ലാവർക്കും ആവശ്യം. അതുപോലെ ഫോണ്, പിന്നെ നല്ല വസ്ത്രങ്ങള്, ഇതൊക്കെ നമ്മൾ ഇങ്ങനെയാണ്. ഇതൊക്കെ നമ്മളാണെങ്കിൽ പോലും നല്ല വസ്ത്രം ധരിച്ച് ആളുടെ മുമ്പിൽ ഇറങ്ങുന്നത് ആരുടെ, നമ്മുടെ ഉപ്പാന്റെ ആ ഒരു ത്യാഗം ഉള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലെ. അപ്പൊ നമ്മള് അധ്വാനിച്ച് ഒരു വസ്ത്രം വാങ്ങുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അന്ന് നമ്മൾ വളരെ ഫ്രീ ആയിട്ട് അല്ലെ മറ്റുള്ളവരുടെ ചെലവിൽ ജീവിച്ച സമയവും ഇന്ന് നമ്മൾ ക്യാഷ് ഉണ്ടാക്കി ജീവിച്ച സമയം തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തന്നെ മനസ്സിലാകും. അപ്പൊ അതുപോലെ ആ ഒരു ചെറിയ, അപ്പൊ നമുക്ക്
ചിലവഴിക്കുമ്പോൾ കുറച്ച് കൺട്രോളൊക്കെ നമുക്ക് വരും. അപ്പൊ ഇത് നമ്മൾ ആ ഒരു ഉപ്പ ചിലവ് തരുന്ന സമയത്ത് നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കുട്ടികളിൽ ഒരു സേവിങ് മെന്റാലിറ്റിയും ക്യാഷ് ഒരു കരുതല് കുട്ടികളിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞാല് കുട്ടികൾ ഇന്നിപ്പോ നമുക്ക് ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും ചെറിയ രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ബോയ്സ് ആണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഷോപ്പിൽ പാർട്ട് ടൈം ആയിട്ടൊക്കെ വർക്ക് ചെയ്യാനും ഒക്കെ അവസരങ്ങളുണ്ട്. ഗേൾസിന് അതുപോലെ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി പുറത്താണെങ്കിലും പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനും ഒക്കെ അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഓരോരുത്തരുടെയും മെച്യൂരിറ്റിക്ക് അനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ഏജിനനുസരിച്ചിട്ട് ചെറിയ രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാനുള്ള ഒരു ഒരു ഹാബിറ്റ്സ് കുട്ടികളിൽ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. അപ്പൊ അത് മാത്രമല്ല, ആ ക്യാഷ് അവർ എന്ത് ചെയ്യുന്നു, ആ ക്യാഷ് കൊണ്ട് ചെറിയ രീതിയിൽ അതിനെ സേവ് ചെയ്യാനുള്ള ഹാബിറ്റ്, ഇതൊക്കെ കുട്ടികളിലും കൂടെ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ ഈ ഒരു ക്യാഷ് ഒരിക്കലും ചിലപ്പോൾ ഒരു ഫാദറിന് ആവശ്യം ഉണ്ടായിട്ടൊന്നും ആയിരിക്കില്ല. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ട് അതിലൂടെ അവർക്ക് ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഒരു 100 രൂപ കിട്ടണമെങ്കിൽ എത്രത്തോളം അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചെലവഴിക്കുന്ന സമയത്തും അവർക്ക് അതിൻ്റെതായ ഒരു ഫീലിങ്സ് അവർക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ചെറിയ ഓരോ കുട്ടികളുടെ മെച്യൂരിറ്റിക്ക് അനുസരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഹാബിറ്റ് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഫിനാൻഷ്യൽ കൺട്രോളിങ് അവരിൽ ഉണ്ടാകും. പിന്നെ അവരുടെ ഫാദേഴ്സിനെ കെയർ ചെയ്യണം. എൻ്റെ ഉപ്പയും ഇതുപോലെ ത്യാഗം ചെയ്തിട്ടാണ് എനിക്ക് ക്യാഷ് കൊണ്ടു തരുന്നത്, അപ്പൊ അതിനനുസരിച്ചുള്ള കെയറിങ് അവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു മൈൻഡും അവരിൽ വരും. അല്ല നമ്മൾ കുട്ടികൾ ജനിച്ച മുതൽ അവർ ഒരു വഴിക്കാവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫാദേഴ്സ് കഷ്ടപ്പെട്ട് ക്യാഷ് ഉണ്ടാക്കി അവരുടെ ഓരോ നീഡ്സും ചെയ്തു കൊടുക്കുന്നു. പക്ഷെ വലിപ്പം വെച്ച് ഓരോ ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് അവരുടെ നീഡ്സിന്റെ ലിസ്റ്റ് കൂടുക എന്നല്ലാണ്ട് അവർ ഇങ്ങോട്ടൊന്നും തരാനുള്ള ടെൻഡൻസി കാണിക്കൂല. അപ്പൊ ഈ ഒരു ചെറിയ ഹാബിറ്റ്സ് നമ്മൾ അവരിൽ കൊണ്ടുവരണം. ഇപ്പൊ എൻ്റെ ഒരു നൈബർ ഉണ്ടായിരുന്നു. അവര് ഫാദറും മദറും ടീച്ചേഴ്സാണ്. ഫാദർ +2 ടീച്ചറാണ്, മദർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുമാണ്. അപ്പൊ ഇവരുടെ മകന് TTC കഴിഞ്ഞ് +2 കഴിഞ്ഞു, TTC എടുത്ത് ടീച്ചറായി ആ ഒരു ടീച്ചർ പോസ്റ്റിൽ ഇറങ്ങി. അപ്പൊ ഇവര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചതാണ്, എൻ്റെ മോൻക്ക് ഞാനവിടെ പുറത്ത് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ മോൻക്ക് പറ്റിയ പോസ്റ്റ് എന്തെങ്കിലും എവിടെയുണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ സാലറി ഒക്കെ കുറവാണ്, ബോയ്സിന് അത് മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മതി, അത് മതി, ഞാനൊരു ട്യൂഷൻ സെന്ററിലോ എവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അവനെ പറഞ്ഞയക്കണം. അപ്പൊ എന്താന്ന് വെച്ചാല് ഇവർക്കിപ്പം ടെറഫിൽ പോകണം, പിന്നെ വണ്ടിയിൽ എണ്ണ വേണം, മൊബൈൽ റീചാർജ് ചെയ്യണം, ഇങ്ങനെ തുടങ്ങി കുറെ ആവശ്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കയ്യിൽ കൈ നീട്ടാതെ, ഇവിടെ ഇവനാകെ 20 ഇയേഴ്സ് പോലും ആയിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിൽ കൈ നീട്ടാതെ അവന്റെ ചെലവിൽ അവനിലൂടെ കഴിയുമല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് ഈ ഒരു പാരന്റ്സ് വന്നിട്ട് ഈ ഒരു കാര്യം ചോദിക്കുന്നത്. അപ്പൊ എവിടെയെങ്കിലും ചെറിയ പോസ്റ്റ് കിട്ടുകയാണെങ്കിൽ അവനക്കൊരു ട്രെയിനിങ്ങും ആകും, അതോടൊപ്പം ചെറിയ പോക്കറ്റ് മണി കിട്ടുകയാണെങ്കിൽ അവന്റെ ആവശ്യങ്ങൾ അതിലൂടെ നിറവേറ്റാനും പറ്റുമല്ലോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇവർക്ക് രണ്ട് പാരന്റ്സിനും ക്യാഷ് കൊടുക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അത് കൊടുത്തിട്ട് ഇവരെ നമ്മൾ വഷളാക്കുന്നതിലുപരി അവർക്കും കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു അവസരം ഇവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ മറ്റൊരു പാരന്റ്സ് ഉണ്ട്. ഇവർക്ക് 3 ആൺകുട്ടികളാണ്. അപ്പൊ ഇതില് 3 ആൺകുട്ടികളിൽ വലിയ മകന് കല്യാണം കഴിഞ്ഞ് ഒക്കെ ഉണ്ടെങ്കിലും പോലും ഇപ്പോഴും ഈ ഫാദറാണ് അവരുടെ നീഡ്സ് ഒക്കെ ഇപ്പോഴും ചെയ്തു കൊടുക്കുന്നത്. ആ ഫാദർ ഇപ്പോഴും ഒരു പ്രവാസിയായിട്ട് തന്നെ ജീവിക്കുന്നത്. അവിടെ കഷ്ടപ്പെട്ടിട്ട് ഇഷ്ടംപോലെ കടങ്ങളും ഒരുപാട് ലോണൊക്കെ ഇവരുടെ മുകളിലുണ്ട്. പക്ഷെ 3 ആൺകുട്ടികൾ, 3 ആളും ജോലിക്ക് പോകുന്നില്ല. നല്ല ബൈക്ക്, ഇവര് ജീവിക്കുന്നത് കണ്ടാ വിചാരിക്കും വലിയ എവിടുന്നോ ഇറങ്ങി വരുന്നതാണ്. പക്ഷെ അവരുടെ പിന്നിലുള്ള കഥ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഫാദറിന്റെ കഷ്ടപ്പാടാണ് ഇവരുടെ ഈ പളപ്പവും അഹങ്കാരവും. പക്ഷെ ഇവരെന്താ, ഈ ഫാദർ ഞാൻ കഷ്ടപ്പെട്ടതുപോലെ എൻ്റെ മക്കൾ കഷ്ടപ്പെട്ടെന്ന് കരുതിയിട്ട് എല്ലാം കൊടുത്തിട്ട് എന്തായ അവസാനം ഈ കുട്ടികൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള കഴിവില്ലാണ്ടായി, ആ ഒരു ഹാബിറ്റ് അവരിൽ നഷ്ടപ്പെട്ടു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്
ഇപ്പൊ ഒരു തണലാണ്, ഒരു നിഴലായിട്ട് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ലൈഫിൽ നമ്മൾക്ക് എന്ത് ചെയ്യും, ഒരു ലൈഫിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഒരു 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 കഥ ഞാൻ പറയാം. ഞാൻ ഒരു സമയത്ത് ഒരു ഫാദറും മദറും, അല്ല സോറി, ഒരു ഫാദറും അവരുടെ മകനും കൂടെ ഒരു ബീച്ചിൽ പോയ സമയത്ത്, നമുക്കറിയാം ബീച്ചിൽ പോയ കുറെ നാടോടി സ്ത്രീകള് അല്ലെങ്കിൽ നാടോടി കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പട്ടം പറത്തുന്നുണ്ടാവും അല്ലെ. ഇഷ്ടം പോലെ പട്ടം ഇങ്ങനെ ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഈ പട്ടത്തിന്റെ എല്ലാം നൂല് കിടക്കുന്നത് ഈ നാടോടി സ്ത്രീയുടെ കയ്യിലാണ്. അപ്പൊ കുറെ സമയം കഴിഞ്ഞ് ഈ മകന് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛാ, ആ പട്ടത്തിന്റെ നൂലൊക്കെ അങ്ങോട്ട് അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ആ പട്ടം ഫ്രീ ആയിട്ട് ആകാശത്ത് ഇങ്ങനെ ഉയരത്തിൽ പറക്കൂലേ, അത് ആ സ്ത്രീ പിടിച്ചുകൊണ്ടല്ലേ അത് മുകളിലോട്ട് പോവാണ്ട് അവിടെ നിൽക്കുന്നതെന്ന്. അപ്പൊ ഈ അച്ഛൻ എന്ത് ചെയ്ത് വെച്ചാല്, പ്രത്യേകിച്ച് മറുപടി ഒന്നും അന്നേരം മോന് കൊടുത്തില്ല. നാടോടിയുടെ കയ്യിൽ വന്നിട്ട് 2 പട്ടം വാങ്ങി. ഒന്ന് അച്ഛന്റെ കയ്യിലും പിടിച്ച്, ഒന്ന് മകന്റെ കയ്യിലും പിടിച്ച്. എന്നിട്ട് മകന്റെ കയ്യിലെ നൂലെന്ത് ചെയ്തു, കട്ട് ചെയ്ത് കൊടുത്തു. ഇപ്പൊ എന്തോ സംഭവിച്ചു ചോദിച്ചു. അച്ഛന്റെ കയ്യിലെ പട്ടം അതുപോലെ തന്നെ ആ നൂല് അച്ഛന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്താ സംഭവിച്ചു വെച്ചാല്, എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നിങ്ങൾക്ക് ഉറങ്ങിപ്പോയോ? പട്ടം നിലത്ത് കുത്തിയിട്ടുണ്ടാവും മകന്റെ. അതെ, മകന്റെ കയ്യിലെ പട്ടം താഴെ വീഴുകയും ചെയ്തു. അച്ഛന്റെ കയ്യിലുള്ള പട്ടം ഇപ്പോഴും ആകാശത്തിന്റെ ഉയരങ്ങളിൽ പറന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഒരു ഫാമിലി. ഈ പാരന്റ്സിന്റെ കയ്യിൽ ഈ ത്രെഡ് ഇങ്ങനെ പിടിച്ചത് കൊണ്ട് തന്നെയാണ് ഓരോ കുട്ടികളിലും ഇന്ന് ഓരോ ഉയരങ്ങളിൽ പറന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് പറന്ന് പറന്ന് ഉയരങ്ങളിൽ എത്താൻ പറ്റുന്നത് ഈ ത്രെഡ് ഈ പാരന്റ്സിന്റെ കയ്യിൽ മുറുകെ ഉള്ളത് കൊണ്ടാണ്. ഓരോ കുട്ടികളും ചിന്തിക്കും, ഇവർക്ക് നമ്മൾ കുറച്ച് ഫ്രീഡം തന്നൂടെ, ഇവര് നമ്മളങ്ങനെ കുറച്ച് അഴിച്ചു വിട്ടൂടെ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഇഷ്ടം പോലെ അവസരങ്ങള്, നല്ല അവസരങ്ങളുണ്ട്, മോശം അവസരങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഒരു പട്ടം പോലെ നമ്മുടെ മക്കളെ ഒരു നൂല് കൊണ്ട് കൺട്രോൾ ചെയ്ത് നിർത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ഫ്യൂച്ചർ അവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ തന്നെ അതല്ല, നമ്മൾ അത് അഴിച്ചു വിടുന്നുണ്ടെങ്കിൽ ഏത് വഴി അവർ പോകുന്നോ, ഏത് രീതിയിലൂടെ അവർ ജീവിക്കുന്നോ നമുക്ക് പറയാൻ പറ്റൂല. ചിലപ്പോൾ അത് മൂക്കുകുത്തി വീണിട്ടുണ്ടാകും. അപൂർവം കുട്ടികൾ ചിലപ്പം രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ മിക്ക കേസുകളിലും ഉണ്ടാവുക എന്താണ്, ഈ കുട്ടികളിൽ പ്രത്യേകിച്ച് ഒന്നും ആവാണ്ട് അവരൊരു വഴിക്ക് ഒരു മൂലയ്ക്ക് ഇങ്ങനെ ആയി മാറുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പട്ടം ഏതൊരു പാരന്റും മുറുക്കി പിടിച്ചാൽ മാത്രം തന്നെയാണ് എല്ലാ കുട്ടികളിലും നല്ല ഒരു ഫ്യൂച്ചർ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും. ഒരു കുട്ടിയുടെ ഭാവി അല്ലെങ്കിൽ ഫ്യൂച്ചർ സെറ്റിൽ ആകുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക, ഒരു ഉപ്പാന്റെ നേരം പുലർന്ന് അന്തിയോളയുള്ള ഉറക്കൊഴിച്ചിലും അതുപോലെ തന്നെ അവരുടെ വെയിലത്തുള്ള ഉരുകലും എല്ലാം കൂടെ കഴിയുമ്പോഴാണ് ഏതൊരു കുട്ടികളുടെയും ഭാവി അവിടെ ഭദ്രാവുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു നിഴലായിട്ട് നിൽക്കുന്ന ഓരോ ഫാദേഴ്സിനെയും, നമ്മുടെ വീട്ടിലുള്ള ഓരോ ഫാദേഴ്സിനെയും നല്ല ഒരു നിഴലായിട്ട് നിൽക്കാനും അതുപോലെ തന്നെ അവരുടെ ലൈഫും സുഖവും സന്തോഷം നിറഞ്ഞതാവാനും നമ്മൾക്ക് എന്നും പ്രാർത്ഥിക്കാം. അവർക്ക് നല്ല ഒരു നിഴലായിട്ട്, നല്ലൊരു ഷാഡോ ആയിട്ട് ഫാദേഴ്സിന്റെ കീഴിൽ നിൽക്കാൻ മക്കളുടെ അടുത്ത് നിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഇതിലുപരി നമ്മൾ കേട്ടതിലുപരി അനുഭവിച്ച കുറെ ഫാദേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അവരുടെ അനുഭവങ്ങളും നമുക്ക് കേട്ടു നോക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോ ഫാദേഴ്സ് ഒക്കെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയൂ. ഗുഡ് മോർണിംഗ് മാം, നല്ല സെഷൻ ആയിരുന്നു. ഞാനും ഒരു ഫാദറാണ്, പക്ഷെ എനിക്ക് എൻ്റെ ഉപ്പാനെ പറ്റിയാണ് പറയാനുള്ളത്. എൻ്റെ ഉപ്പ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. ഗൾഫ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, ചെറിയ ശമ്പളത്തിൽ ജോലി. ഇപ്പൊ 10 വർഷം മുമ്പാണ് മരണപ്പെട്ടത്. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു 30 വർഷത്തോളം വിദേശത്ത് തന്നെയായിരുന്നു. ഇടയ്ക്കൊരു 2 വർഷത്തിലൊരിക്കൽ നാട്ടിൽ വരും, 2 മാസം നാട്ടിൽ നിൽക്കും. അപ്പം സ്വാഭാവികമായിട്ടും എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു മാനസികമായിട്ടുള്ളൊരു അടുപ്പോ അതിനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല.
കൂടുതലും നമ്മളൊക്കെ പ്രായത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഉമ്മൻ്റെ അടുത്താണ് പറയാ. ഇപ്പം ഇവിടെ എന്തെങ്കിലും ആവശ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് ഉമ്മ ത്രൂ ആണ് പറയാം. അപ്പം എനിക്ക് പിന്നീട് ഇങ്ങനെ ഇപ്പം മരണമൊക്കെ പെട്ട് ശേഷമൊക്കെ എനിക്കിങ്ങനെ തോന്നാറുണ്ട് കുറച്ചും കൂടെയൊക്കെ നല്ല കെയർ കൊടുക്കാമായിരുന്നു, കുറച്ചും കൂടെയൊക്കെ ശ്രദ്ധിക്കാമായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ അടുപ്പം കാണിക്കാമായിരുന്നു എന്നുള്ളത്. മാം ഇപ്പോൾ ഇതിങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത്. എന്തായാലും നല്ലൊരു സെഷനായിരുന്നു. എല്ലാ പിതാക്കന്മാർക്കും എന്താ പറയുക, മാം പറഞ്ഞ ആ ഒരു നിഴലാവാൻ പറ്റട്ടെ. താങ്ക് യു മാം. അപ്പൊ മുന്നേ ഉള്ള ഈ ഒരു പ്രവാസികളുടെ അവസ്ഥ ഒക്കെ ഇത് തന്നെയായിരുന്നു. അവര് 2 വർഷം 2.5 വർഷം കൂടുമ്പോഴായിരിക്കും നാട്ടിൽ വരുന്നുണ്ടാവുക. അതിൽ ആ 2-3 അപ്പൊ കുട്ടികൾ ചിലപ്പോ ഈ ഫാദറിനെ ജനിച്ചിട്ട് 2-3 വയസ്സൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത് ഉണ്ടാവുക. അപ്പൊ ഇവർക്ക് ആദ്യം ഇവരൊരു അപരിചിതനാവും, പിന്നെ പതിയെ പതിയെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഇവര് പോകും, പിന്നെയും 2 വർഷം കഴിഞ്ഞ് വരും. അങ്ങനെ എന്താ പറയാ, ഇവര് വളരെ റയർ ആയിട്ടായിരിക്കും ഇവർക്ക് അറ്റാച്ച്മെന്റ് വരുന്നത്. പിന്നെ നാട്ടിലാണെങ്കിലും പോലും അങ്ങനെ തന്നെയാ. ഞാൻ പഴയ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫാദർ ഒരു പരിക്കൻ ഉപ്പയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് പിന്നെ അതിൽ നിന്നൊക്കെ കുറെ മാറിയിട്ടുണ്ട്. നമ്മൾ മദേഴ്സ് ത്രൂ ആയിരിക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക എടുക്കുക, അങ്ങനെയുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ കുറെ മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിൽ കുട്ടികളെന്താണ് അങ്ങനെ ഒരു അവരുമായിട്ട് കൂടുതൽ അടുക്കാത്തോണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാൻ തോന്നുന്നു. ഇന്ന് കുറെയൊക്കെ മാറ്റങ്ങളുണ്ട്. ഫാദേഴ്സും മക്കളും ഒക്കെ ഒരുമിച്ച് കളിക്കാനും ഗെയിം കളിക്കാനും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങി. അതിലൊക്കെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഓക്കെ. അതെ, ഇന്ന് മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് പെരുമാറുന്ന രീതി വ്യത്യാസമുണ്ട്. പക്ഷെ അപ്പോ മുമ്പ് അത് അങ്ങനെയല്ലായിരുന്നു. സ്നേഹം തരുന്ന മറ്റൊരു മരം കൂടെ, സ്നേഹം തരുന്ന ഒരു ഉമ്മയുടെ കഥയും അതൊക്കെ നമ്മൾ പാടിയും പറഞ്ഞും കേട്ടു. പക്ഷെ സ്നേഹം തരുന്ന മറ്റൊരു മരം കൂടെ നമ്മുടെ വീട്ടിലുണ്ടെന്ന് കുട്ടികൾ അറിയണം. ഓക്കെ. അപ്പൊ ആദ്യം എല്ലാരും വിചാരിക്കണ്ടാവുക എന്താണ്, ഫാദർ അത് മദേഴ്സ് ആണ് അത് ശരിക്കും ബിൽഡ് ചെയ്യുന്നത്. ഉപ്പാനോട് ഉപ്പ ഉപ്പ എന്ന് പറഞ്ഞ ഒരു എന്തോ ഒരു ജീവിയെ പോലെ അങ്ങനെ ഒരു ഒരു പിക്ചറാണ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവുക. അതായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇന്ന് അതിൽ നിന്ന് കുറെ മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇന്നത്തെ പാരന്റ്സിന്റെ പ്രശ്നം വെച്ചാൽ ചോദിക്കുന്നതൊക്കെ ഉടനെ വാങ്ങിക്കൊടുക്കുന്നുള്ളതാണ്. കാരണം കുട്ടികൾക്ക് ഒരിക്കലും അതിന്റെ വേദന മനസ്സിലാവണില്ല. പഴയ പാരന്റ്സ് അങ്ങനെ അല്ലായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ വന്ന് കൂടുതലും ബോയ്സ് ആണല്ലോ വർക്ക് ചെയ്യാം. ബോയ്സ് ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഓക്കെ. അതെ, ഇനിയും ഈ കുട്ടികളോരോന്ന് ആവശ്യപ്പെടുമ്പം മാം നേരത്തെ പറഞ്ഞപ്പോഴാണ് ഈ നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറയണം മക്കളോട്. ആവശ്യം, അനാവശ്യം, ആവശ്യം, അത്യാവശ്യം, അനാവശ്യം, ഇത് ഏതിലാണ് വരുന്നതെന്ന്. എന്നിട്ട് അവരോട് പറയണതിൽ ഏതാണ് വരുന്നത് അതിനനുസരിച്ച് വേണം ചെയ്യാൻ. ആവശ്യമുള്ളതാണെങ്കിൽ, അത്യാവശ്യമുള്ളത് ഉറപ്പായിട്ടും വാങ്ങിച്ചു കൊടുക്കണം. ആവശ്യമുള്ളതാണെങ്കിൽ ചോദിക്കുക വേണോ വേണ്ടേ എന്നുള്ളത്. അനാവശ്യമാണെങ്കിൽ അത് ഒഴിവാക്കുക. നല്ലൊരു പാരന്റിങ് ക്ലാസ് കൂടെ ആയിരുന്നു ഇന്ന്. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഓക്കെ ബോബി മാം. ഞാനുണ്ടല്ലോ, സാറ് പറഞ്ഞ പോലെ തന്നെ ഞാനും എൻ്റെ അച്ഛനെയാണ് ഓർത്തോണ്ടിരുന്നത്. ഞാൻ കഴിഞ്ഞൊരു ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ ഇതിൽ പറയുകയും ചെയ്തിരുന്നു കേട്ടോ. അച്ഛനൊന്നും ഒത്തിരി ഇങ്ങനെ എഡ്യൂക്കേറ്റഡ് അല്ലായിരുന്നെങ്കിലും എന്ന് വെച്ചാൽ പഴയ കാലത്തെ ആളുകളല്ലേ, അപ്പം കുറെ അന്നത്തെ ലെവലില് നമ്മുടെ ഇത്രയൊന്നും ഉള്ള പഠനം അല്ലെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിലും അവരന്ന് നമുക്ക് കാണിച്ചു തന്ന ഓരോന്നും അവരുടെ ഹാർഡ് വർക്ക്, ഫാമിലിയോടുള്ള അറ്റാച്ച്മെന്റ്, നമുക്ക് അവരോട് തോന്നുന്ന സ്നേഹം ഒക്കെ വലുതായിരുന്നു. ഞാനിപ്പോ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് റാവു സാർ പറഞ്ഞ അതേ കാര്യമാണ് കേട്ടോ. അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ സ്ഥിരം നമ്മൾ TV കാണുന്ന ഇല്ല. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഒന്ന് വാട്സാപ്പിൽ ഇങ്ങനെ പോയപ്പോ ഒരു ഇത് കണ്ട്. വാട്സാപ്പിലല്ല, റീൽസിലാണ് കേട്ടോ. അതായത് ഒരു കുട്ടിയല്ല, അതിന്റെ മാരീഡ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ഒരു മോളാണ് ഇത് പറയുന്നത് കേട്ടോ. അത് വളരെ വികാരഭരിതമായിട്ട് നമുക്കത് ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. നമ്മുടെ ഏഷ്യാനെറ്റിലെ ഒരു ഇതിന്റെ, അതായത് ഒരു സോങ്ങിന്റെ ഒരു ഇതിലാണ് അത്. റിമി ടോമി ഉള്ളതല്ല, വേറെ. അത് ഞാൻ കറക്റ്റ് ഏത് പ്രോഗ്രാമാന്ന് ഓർക്കുന്നില്ല. നിങ്ങൾക്ക് ഇപ്പൊ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. അമ്മയും അച്ഛനും സ്റ്റേജിൽ നിൽക്കുവാണ് കേട്ടോ. അപ്പൊ ഈ കുട്ടി വന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് പറയാ, ഈ അച്ഛൻ ഈ കുട്ടി തീരെ ചെറുതായിരുന്ന സമയത്ത് ഗൾഫിൽ പോയതാണ്. എന്നിട്ട് കാണുന്നതൊക്കെ വളരെ റെയർ. അന്നൊന്നും ഇത്ര വിളിക്കാനൊന്നും ഉള്ള അവസ്ഥയൊന്നും ഇല്ലല്ലോ. അച്ഛനും അമ്മയും തമ്മിൽ അങ്ങനെ കോണ്ടാക്റ്റേ ഇല്ല. അപ്പൊ ഓണത്തിനോ അല്ലെങ്കിൽ ഒരുമിച്ച് ഇവര് ഫുഡ് കഴിച്ച സമയം പോലും അവർക്ക് ഓർമ്മയില്ല. അപ്പൊ ഇപ്പൊ 30 വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ നാട്ടിൽ വന്നു.
അപ്പൊ ഇപ്പൊ ഈ കുട്ടികളുടെ, അതായത് ഒരു മോളും ഒരു മോനുമാണ് അവർക്കുള്ളത്. അവരുടെ രണ്ടിന്റെയും കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പൊ നാട്ടിൽ വന്നിട്ട് ഇപ്പോഴാണ് അവർ ശരിക്കും ജീവിച്ചു തുടങ്ങുന്നത്. അപ്പൊ അവരുടെ സ്നേഹം കാണുമ്പം ഈ മോൾക്ക് തോന്നുവാണ്, ഈ ഇത്രയും വർഷം, ഈ 30 വർഷങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഈ അച്ഛനും അമ്മയും അവരുടെ സ്നേഹങ്ങളല്ലേ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അതിന് അങ്ങനെ ഒരു ജീവിതമായിരുന്നല്ലോ അവർക്കെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആ സ്റ്റേജിൽ അവിടെ ഇരിക്കുന്നവരും, എനിക്ക് ആ വികാരം അതുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അതെന്ന് വെച്ചാൽ അത്രയും ഫീലിങ്സോടെയാണ് ആ കുട്ടി പറയുന്നത്. അത് മനസ്സിലാക്കാൻ പറ്റിയ ആ മോളും അല്ലെ, ആ അച്ഛനും അമ്മയും ഒക്കെ എത്ര ഭാഗ്യമുള്ളവരാ. 30 വർഷം പോയെങ്കിലും ആ അച്ഛന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കി അല്ലെ, അത് ഈ ലോകത്തിന് പകർന്നു തരാൻ എത്രയോ പേര് കണ്ടിട്ടുണ്ടാവും, എത്രയോ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. അത്ര വികാരത്തോടെ പറയുന്നു. എന്നിട്ട് ഇപ്പൊ അവരെല്ലാ സന്തോഷവും കൊടുത്തിട്ട് ജീവിക്കുന്നെങ്കിലും ആ കഴിഞ്ഞു പോയ 30 വർഷങ്ങളെ ഓർത്തുള്ള വേദനയുമാണ് പറയുന്നത്. അപ്പൊ നമ്മള് ഈ ശരിക്കും നമ്മളിപ്പോ ഒരുമിച്ചുള്ളവര് ഇത് മനസ്സിലാക്കില്ല. അവര് വിചാരിക്കുന്നത് ഇതിന്റെ ഒന്നും വാല്യൂ അറിയാതെ കുറ്റങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാ. അപ്പൊ ഇപ്പോഴത്തെ പേരൻസ് എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ എന്ന് വെച്ചാൽ എന്റെ അച്ഛനായിരുന്നു എല്ലാം. നമ്മളിങ്ങനെ പറയുമല്ലോ, പെൺകുട്ടികൾക്ക് അച്ഛന്മാരോട് ഒരു ഭയങ്കര സ്നേഹമാണെന്ന്. അച്ഛൻ മറ്റ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവത്തില്ല, ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു. പക്ഷെ നമ്മൾ അതിനെയൊക്കെ ഓവർകം ചെയ്ത് വന്നു. അതും ആ ഒരു ശക്തി നമുക്ക് അവിടുന്ന് തന്നെ കിട്ടിയതാണ്. അച്ഛനെന്ന് പറയുന്ന ഒരു വളരെ വലിയ മരമാണെന്ന് എനിക്ക് പക്ഷെ എന്റെ അമ്മ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അച്ഛനൊരു 2:30-3 മണിക്കൊക്കെ വെളുപ്പിനെ ജോലിക്ക് പോകും. ആ സമയത്ത് തന്നെ ഞങ്ങളെ വിളിച്ചുണർത്തി വളരെ കാര്യമായിട്ട് ഞങ്ങളുടെ അമ്മ ആ അച്ഛന്റെ കഷ്ടപ്പാട് അത് സ്നേഹത്തോടെയാ കേട്ടോ മനസ്സിലാക്കി. ആ ഒരു ശീലം ഇപ്പൊ ഞങ്ങൾക്ക് മക്കൾക്ക് എല്ലാവർക്കും ഉണ്ട്. വെളുപ്പിനെ ഏത് സമയത്ത് 3 മണി എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല, എഴുന്നേക്കാൻ പറ്റും. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന പേരന്റിങ് ശരിക്കും ഓർക്കുമായിരുന്നു. പക്ഷെ അത്രയും നല്ല ഒരു രീതിയിൽ ഇപ്പൊ പറ്റുന്നുണ്ടോ, എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. എന്ന് വെച്ചാൽ എനിക്ക് കുറെ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു കേട്ടോ ലൈഫിൽ. പക്ഷെ അത് മോളുമാരൊക്കെ മനസ്സിലാക്കിയിട്ട് അവരാണ് എനിക്ക് ശരിക്കും ഇപ്പൊ ഓരോ കാര്യങ്ങൾക്കും ഗൈഡൻസ് തരുന്നത്. ഒത്തിരി അവര് അങ്ങ് വലുതായില്ലെങ്കിലും നമ്മുടെ സ്ട്രഗിൾസ് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുണ്ടല്ലോ, കഷ്ടപ്പാട് അറിഞ്ഞ് വളരുവാണെങ്കിൽ അവർക്കറിയാം അവരെന്ത് ചെയ്യണം, എന്താണ് അവരുടെ ആവശ്യം. അവരോട് നമ്മൾ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. സാറിപ്പൊ പറഞ്ഞ പോലെ അവർ തന്നെ മനസ്സിലാക്കും ആവശ്യം എന്താണ്, അനാവശ്യം എന്താണ്, അത്യാവശ്യം എന്താണ്, അത് അവര് തന്നെ തിരിച്ചറിയും. ചിലർക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലും അവരത് മനസ്സിലാക്കി ചെയ്യുന്ന കുട്ടികളും ഉണ്ട്. എന്നാൽ ഇതില്ലാതെ കഷ്ടപ്പെടുന്ന ഒത്തിരി പേര് കേട്ടോ. ഈ അടുത്ത് നമ്മുടെ വീടിന്റെ അടുത്ത് ഒറ്റ മോനാട്ടോ. ഞാൻ ഒരു ദിവസം നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ്, എൻ്റെ ഏറ്റവും അടുത്ത ഒരു ക്ലോസ് ഫ്രണ്ടിനെ പോലെ ഞാൻ കാണുന്നത് എൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരു ഇത്തായുണ്ട് എൻ്റെ വീട്ടിന്റെ അടുത്ത്, നബീസ എന്നാണ് പേര്. ഇത്തായ്ക്ക് ഒരു മോള്, എൻ്റെ പ്രായമുള്ളതിന് ഒരു മോളാണുള്ളത്. അപ്പൊ അത് ഒറ്റ മോനാ, കുറേ ലേറ്റ് ആയിട്ടാണ് കുട്ടി ഉണ്ടായത്. അവർക്ക് ഭയങ്കര എല്ലാമായിരുന്നു ആ കൊച്ച്. പക്ഷെ ഉണ്ടല്ലോ അവൻ ബഹളം വെച്ച് ഭയങ്കര കുസൃതിയായിരുന്നു. ഒത്തിരി പ്രായമായില്ല, 20 വയസ്സ് ജസ്റ്റ് ആയതേ ഉള്ളായിരുന്നു. ഒരു ബൈക്ക് എടുത്ത് 3-4 മാസം പോലും ആയില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ റോഡിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി മരിച്ചു. അപ്പൊ അവളെന്ന് വെച്ചാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എല്ലാമാണ്. ഞാൻ നമ്മുടെ ഈ ഗ്രൂപ്പിൽ പറഞ്ഞതിന് അടുത്ത ദിവസം തന്നെയാണ് ഈ ഇൻസിഡന്റ് നടന്നത്. അപ്പൊ അവള് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ അവനെ ഓവർ സ്നേഹിച്ചു പോയതാണ് എനിക്കിതെല്ലാം വന്നത്. ശരിക്കും അവന്റെ സമയമായിട്ടായിരിക്കാം. എന്നാലും നമ്മൾ കുട്ടികൾ പറയുമ്പോൾ അവരുടെ സ്നേഹം കൂടുതൽ കൊണ്ടോ അവരോടുള്ള അവര് സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചൊക്കെ നമ്മൾ ചിലതൊക്കെ ചെയ്തു കൊടുക്കുന്നത് നമുക്ക് പിന്നെ ജീവിതകാലം മുഴുവൻ സങ്കടത്തിനും വിഷമത്തിനും ഒക്കെ കാരണമാവാറുണ്ട് അല്ലെ. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനും നമ്മുടെ ഓരോ സാഹചര്യങ്ങളെ കുറിച്ചും നമ്മൾ അതിന് എന്ത് നല്ല തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ നന്നായിട്ട് ക്ലാസ് എടുത്തു കേട്ടോ. നല്ല ക്ലാസ് ആയിരുന്നു മാം, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ഞാൻ ഒത്തിരി അങ്ങ് പറഞ്ഞു പോയി തോന്നല്ലേ. ഓക്കെ താങ്ക് യു. ഷെയർ ചെയ്യുമ്പോഴാണല്ലോ കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുക അല്ലേ. അതെ. ഞാൻ ഈ ക്ലാസ് കേട്ട സമയത്തൊക്കെ ഞാൻ ഇത്തിരി ലേറ്റ് ആയിട്ടായിരുന്നു കയറിയത്, പക്ഷെ കേട്ട സമയത്തേ ഈ പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുമായിരുന്നു. താങ്ക് യു മാം, താങ്ക് യു. ഹലോ, ഇനി ആരെങ്കിലും ഉണ്ടോ? യെസ്, ചന്ദ്ര മാം വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇപ്പൊ അബ്ദുൽ സാറും ബോബി മാം ഒക്കെ പറയുമ്പോ വളരെ എന്റെ ഒരു കുറെ വേർഡ്സ് അവര്
പറഞ്ഞു കഴിഞ്ഞു. ബട്ട് എന്താണ് പറഞ്ഞാൽ ഫാദർ ഇപ്പോ ഇവര് വിചാരിച്ച മാതിരി തന്നെ എന്റെ മനസ്സിൽ എന്റെ അച്ഛൻ എന്റെ യങ്ങർ ഡേയ്സിനൊക്കെ ഇങ്ങനെ ഓർത്ത് ഇരിക്കുകയായിരുന്നു. പിന്നെ ബോബി മാം പറഞ്ഞ മാതിരി ഗേൾസ് ആയിരിക്കും കൂടുതൽ ഫാദറായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുക. വാട്ട് എവർ ഹൗവർ സ്ട്രിക്റ്റ് ഹി വാസ്, അല്ലെങ്കിൽ അവരുടെ രീതികൾ ഒരു ഫാമിലിയിൽ ഹാൻഡിൽ ചെയ്യുന്നത് എന്തായാലും. പിന്നെ നമ്മൾ സൈക്കോളജിക്ക് പഠിച്ചത് കൊണ്ട് നമുക്കറിയാം മെയിൽ ക്യാരക്ടറിസ്റ്റിക്സും ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒരുപാട് ക്യാരക്ടർ ഡിഫറൻസ് ഉണ്ട്. സോ ആ ക്യാരക്ടർ ഡിഫറൻസ് കാരണമാണ് ഒരു അച്ഛൻ പറയുമ്പോൾ ഡിഫറെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. ബട്ട് ഗേൾസ് ആയിരിക്കും കൂടുതൽ ഫാദറായിട്ട് അറ്റാച്ച്ഡ് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ഒന്ന് അപ്പൊ ഇപ്പോ എന്റെ കൂടെ എന്റെ അച്ഛൻ 86 years old ആണ്. ഈ റീസെന്റ് ആണ് അച്ഛനെ നോക്കാൻ ബ്രദറെ കൊണ്ട് അച്ഛനും അമ്മയും വളരെ സിക്ക് ആയിരിക്കുകയാണ്. അപ്പൊ രണ്ടുപേരും ഒന്നിച്ചിട്ട് നോക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മെയിനായിട്ട് ബ്രദർ അൺമാരീഡ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ പറഞ്ഞു ശരി കുറച്ച് ഒരു 5-6 months എന്റെ സിസ്റ്ററുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ കൂടെയാണ്. പക്ഷെ ഇപ്പത്തെ അച്ഛന്റെ കണ്ടീഷൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇനി ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സോ നമ്മൾ കൊടുക്കുന്ന റിട്ടേൺസ് അല്ല, ഗ്രേറ്റ്ഫുൾനെസ് ടു വാട്ട് ദേ ഡിഡ് ഫോർ us, വാട്ട് എവർ ലിറ്റിൽ ഓർ ബിക്കോസ് ഓരോ ഫാദറും ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ഇന്ന് സൊസൈറ്റിയില് നമ്മൾ കാണുന്നത് ഇപ്പൊ മാം കുറച്ച് ഈ ആൺകുട്ടികൾ കല്യാണം കഴിഞ്ഞിട്ടും ഒരു ജോലി ചെയ്യാതിരിക്കുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, റിയാലിറ്റി ഒരു റിയൽ ഫാമിലിയുടെ സിറ്റുവേഷൻ പറഞ്ഞില്ലേ. ഇപ്പൊ കുറെ ഞാൻ കാണുന്നത് ആൺകുട്ടികളെ ഇറസ്പോൺസിബിൾ ആയിട്ട് ഇരിക്കുന്ന ഒരു ജനറേഷൻ കാണുന്നുണ്ട്. ദേ ആർ നോട്ട് റെഡി ടു ടേക്ക് അപ്പ്. പിന്നെ ഇപ്പൊ ഗേൾസ് ഒക്കെ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് ഫാമിലി പ്രോബ്ലംസും ഇത് ഒരു കാരണമായിട്ട് അവർ ഏൺ ചെയ്യാൻ തയ്യാറല്ല. അവർ പുറത്തു പോയിട്ട് ഈ ലേഡീസ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഈ ലേഡീസുടെ ഇൻകം തന്നെ ജീവിക്കുന്നതും ട്രബിൾ ചെയ്യുന്നതും ഇങ്ങനെ ഞാൻ കുറച്ച് ഇങ്ങോട്ട് ലീഗൽ ഫീൽഡിലേക്ക് കയറി പോവും എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷെയർ ചെയ്യുമ്പോൾ. ബിക്കോസ് അതാണ് റിയാലിറ്റി. കോടതിയിൽ കാണുന്നത് ഒരു റിയാലിറ്റിയാണ്. ഇവിടുത്തെ സൊസൈറ്റിയിലുള്ള പ്രോബ്ലംസ് ഒരുപാട് എക്സീഡ് ആവുമ്പോൾ കോടതിക്ക് വരികയാണ്. ഈ കോടതിയിൽ വരുമ്പോൾ ശരിക്കും ചിലപ്പോൾ നമ്മൾ അഡ്വക്കേറ്റ്സ് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് ഇവരുടെ ഇടയിൽ നമ്മൾ ഇരിക്കുമ്പോൾ. പിന്നെ ഞാൻ ഫാമിലി കോടതിയിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഒരുപാട് നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ പോകുമ്പോൾ. ചിലപ്പോൾ ഞാൻ പറയും ഇനി നമ്മൾ ഈ ഫാമിലി ബേസ്ഡ് കേസസ് എടുക്കുക വേണ്ട കേട്ടോ എന്നുള്ളത്. ഞങ്ങളിപ്പോ റീസെന്റ് ആയിട്ട് ഫ്യൂ കേസസ് വന്നു. അതില് എനിക്ക് ഫീൽ ചെയ്തത് എവിടെയോ പണ്ടത്തെ ഫാദേഴ്സ് മാതിരി ഇപ്പൊ ഫാദേഴ്സ് സ്ട്രിക്റ്റ് അല്ല. പക്ഷെ ഫാദേഴ്സ് എന്ത് ചോദിക്കുമ്പോ ഫാദേഴ്സ് ഇപ്പൊ പൈസ കൊടുക്കുമ്പോ ചോദിക്കും, അമ്മമാർ ചോദിക്കില്ല. അപ്പൊ ഫാദർ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നല്ലത്. പക്ഷെ ഈ ഫാദറുടെ സക്സസും മാം പറഞ്ഞ മാതിരി ഒരു മാരേജ് സക്സസ്ഫുൾ ആയിരിക്കണം, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം ഹസ്ബൻഡ് വൈഫ് തമ്മിൽ. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ റോൾസ് റെസ്പോൺസിബിലി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ഫാമിലി നല്ലൊരു ഫാമിലി ആയിട്ടും നല്ലൊരു കുട്ടികൾ നമ്മൾ സൊസൈറ്റിയിൽ ഉണ്ടാവും എന്നുള്ളത് എൻ്റെ ഒരു ഫീലിംഗ് ആണ്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ദോസ് ഫാദേഴ്സ് who are struggling trying to bring up their children in the best possible way by suffering. ഈ ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാതെ അബ്രോഡിലെ സ്റ്റേ ചെയ്യുന്ന ഫാദേഴ്സ് കൂടുതലുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ ഫീൽ ചെയ്യുന്നത് വേറെ ഒരു കാര്യം, ഈ അബ്രോഡിൽ ഗൾഫിലൊക്കെ പോകുന്ന ഒരു അബ്രോഡിൽ സ്റ്റേ ചെയ്യുന്ന ടെൻഡൻസി അല്ലെങ്കിൽ ഒരു ട്രെൻഡ് കൂടുതൽ കേരളത്തിലാണ്. ഞാൻ കർണാടകയില് വളർന്നത് കൊണ്ട് എനിക്ക് അങ്ങനത്തെ ഇപ്പൊ ഇവിടെ വന്ന ശേഷമാണ് കുറെ അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഫാദേഴ്സ് ഒക്കെ ഒരുപാട് കേരളത്തില് ഒരു one generation has suffered a lot, and hope children understand and bring and give the society whatever possible and respect to the parents. Thank you ma'am, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. Thank you. Then താങ്ക് യു മാം. yeah. അൻസാർ അബ്ബാസ്. ഞാന് ബോബി മാം കഴിഞ്ഞാ പിന്നെ ചന്ദ്ര മാമിന്റെ കൂടെ കഴിഞ്ഞാലേ ഞാൻ പറയാൻ പറ്റുള്ളൂ. ഇവർ രണ്ടുപേർക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. അല്ല ഇങ്ങനെ പറയുമ്പോ അപ്പൊ തന്നെ ആയിരിക്കും ചന്ദ്ര മാം ഇങ്ങനെ പറയാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ബോബി മാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോട്ടലിൽ തന്നെ. പിന്നെ
വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ പള്ളിയിൽ ഇപ്പോൾ ഇറങ്ങിയപ്പോ കുറച്ച് ലേറ്റ് ആയിട്ട് സെക്കൻഡ് ഹാഫിലാണ് ഇപ്പൊ നമ്മുടെ ലിഫ്ന മാമിന്റെ വാക്കുകളിൽ സെക്കൻഡ് ഹാഫിലാണ് നാം കയറിയത്. എന്തായാലും ഫാദേഴ്സിനെ കുറിച്ച് പറയാനായിട്ട് എത്ര പറഞ്ഞാലും തീരാത്ത ഒരു ഉറവിടമാണ് അച്ഛൻ എന്ന് പറയുന്നത്. നമ്മളൊക്കെ അച്ഛൻ ഇപ്പൊ എന്റെയൊക്കെ അച്ഛൻ ചെറുപ്പകാലത്തിലൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാല് ഭയങ്കര ടെററായിട്ടുള്ള ഒരു അച്ഛനായിരുന്നു. നമുക്ക് കുറച്ചും കൂടെ ഒക്കെ വലുതായി വന്നതിന് ശേഷമാണ് അടികിട്ടലൊക്കെ അങ്ങോട്ട് നിന്ന ഒരു പ്രായം തുടങ്ങിയിട്ടാണ് അച്ഛന്റെ സ്വഭാവം തന്നെ ശരിക്കും പറഞ്ഞാൽ വേറൊരു ലെവലിലേക്ക് മാറിയത്. ഇപ്പൊ എന്ന് പറഞ്ഞാല് ഭയങ്കര പറഞ്ഞില്ലേ, അച്ഛനെ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെ കൂടുമ്പോ കാണുക. കണ്ടു കഴിഞ്ഞാല് ഒരു കെട്ടിപ്പിടുത്തവും ഭയങ്കര സ്നേഹവും കുറച്ചു നേരം ആ ഒരു പിടുത്തമൊക്കെ ഭയങ്കരമാണ് ഇപ്പൊ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പൊ നമ്മളെ പണ്ട് നമുക്ക് ഉണ്ടായിരുന്ന അനുഭവങ്ങൾ നമുക്ക് ക്യാച്ച് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ മക്കളുടെ അടുത്ത് പെരുമാറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരെ അതിന് ഓപ്പോസിറ്റ് ആണ്. എനിക്ക് കിട്ടാത്ത കുറെ കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക എന്നൊക്കെ പറയും. ഞാനൊക്കെ ശരിക്കേ ചെറുപ്പത്തില് സ്കൂൾ വെക്കേഷൻ ഒക്കെ ആകണ സമയം എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ആദ്യം അച്ഛൻ ചെയ്യണമെന്ന് വെച്ചാല് മുടി വെട്ടാൻ കൊണ്ടുപോയിട്ട് മുടി അങ്ങോട്ട് അങ്ങോട്ട് വെട്ടിക്കളയും. മൊട്ട അടിച്ച പോലത്തെ ഒരു അവസ്ഥയിലാണ് മുടി അങ്ങോട്ട് ആക്കി കളയുക. പിന്നെ 2 മാസം സംഭവം അതിന്റെ പിന്നില് അവര് ഇങ്ങോട്ട് വെയില് കാലമാണ്, ചൂടുണ്ടാവും, അതൊക്കെ ആയിരിക്കും അച്ഛന് ഉദ്ദേശം ഉണ്ടാവണത്. പക്ഷെ എന്നാലും നമ്മൾക്ക് മാനസികമായിട്ട് വല്ലാത്തൊരു വിഷമം. ഇന്ന് നമ്മ മക്കളടുത്ത് പറയും, എപ്പോഴാണോ നിങ്ങൾക്ക് ഇഷ്ടം അപ്പൊ പോയി മുടി വെട്ടുക, വേണമെന്നുണ്ടെങ്കിൽ വെട്ടുക അല്ലെങ്കിൽ വെട്ടണ്ട, ഒക്കെ അവരുടെ ഇഷ്ടത്തിന് കൊടുത്തേക്കാണ് ഫുള്ളായിട്ട് ഞാന്. അത് കാരണം എനിക്കിവിടെ മൊത്തം നാട്ടിൽ നിന്ന് മൊത്തം പരാതിയാ. അവന്റെ മുടി ഇപ്പൊ ഏകദേശം മൂക്കിന്റെ അവിടം വരെയൊക്കെ വന്നു കഴിഞ്ഞാല് ആൾക്കാർ മൊത്തം പറയാ അവന്റെ അടുത്ത് പോയി വെട്ടറ. അത് ഇവന് ഒരു നിലക്ക് സമ്മതിക്കൂല. അങ്ങനെ ഒക്കെ അവരുടെ ഇഷ്ടത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മള് വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും പേടി എന്ന് പറയുന്നത് നമ്മളുടെ ലാസ്റ്റ് വാക്കെങ്കിലും ബാക്കി കാര്യങ്ങളില് അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നമ്മള് എന്ത് ചെയ്യും, കുട്ടികളായിട്ട് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വാക്ക് എപ്പോഴും നമ്മൾ തന്നെ ആയിരിക്കും. ഒരു പേടി ഉണ്ട് എന്നെങ്കിലും അവര് ഫ്രീ ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ശമ്പളം കൊടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കണത്. ഒരു ദിവസം 10 രൂപയുടെ ജോലിക്കാരാണ് മക്കള് വീട്ടില്. തിന്ന പാത്രം കഴുകാനും അതുപോലെ തന്നെ രാവിലെ തന്നെ കുളിച്ച് വരണം, അങ്ങനത്തെ കുറച്ച് ഡ്യൂട്ടീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്താൽ ഒരു വിഷയം പോലും തെറ്റാതെ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാല് ഇവർക്ക് ഞാൻ ഒരു 10 രൂപ സാലറി കൊടുക്കും ഒരു ദിവസം. 6 ദിവസം കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7ന്റെ അന്ന് ഇവർക്ക് 100 രൂപ 30 രൂപ അഡീഷണൽ കൊടുത്തിട്ട് എക്സ്ട്രാ കൊടുക്കും. അപ്പൊ ഇവർ അതിന് വേണ്ടിയിട്ടെങ്കിലും കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ കൂലി കാര്യങ്ങള്, പിന്നെ ഡ്രസ്സ് കറക്റ്റ് ആയിട്ട് വാഷിംഗ് മെഷീൻ കൊണ്ടുവന്ന് ഇടുക, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് അവർക്ക് അവരുടേതായിട്ട് പ്ലേറ്റ് ഉണ്ട്. ഇപ്പോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് അത് ക്ലീൻ ചെയ്തിട്ട് അത് കൊണ്ടുവന്ന് വെക്കുക. ഇത്ര കാര്യങ്ങൾ മാത്രം. പിന്നെ അവരുടേതായ റൂമുകളിൽ ക്ലീനിങ്ങും കാര്യങ്ങളും. ഇതൊക്കെ ഇച്ചിരി കറക്റ്റ് ആണെങ്കിൽ ഓക്കെ. പിന്നെ വീട്ടിൽ ഷൗട്ട് ചെയ്യാതിരിക്കുക. ഷൗട്ടിങ്ങിന് ഒരു ഇത് കട്ടാവും. ഒരെണ്ണം കട്ടായി കഴിഞ്ഞാൽ 30 രൂപ കിട്ടുന്ന ബോണസും കട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് ലൈഫ് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ വീട്ടില് സാധനങ്ങൾ നശിക്കല് ഒന്നുമില്ല. എന്താന്ന് വെച്ചാല് നശിച്ചു കഴിഞ്ഞാൽ ഇവരെ ശമ്പളത്തിൽ നിന്ന് തന്നെ വാങ്ങിച്ചു വെക്കണ സാധനം. ഇവര് വീടിന്റെ അകത്ത് കളിക്കുമ്പോൾ ഫുട്ബോളൊക്കെ ആയാലും തട്ടി കളിക്കുമ്പോൾ ചിലപ്പോൾ ഗ്ലാസ് പൊട്ടും, ബൾബ് പൊട്ടും, ഇങ്ങനത്തെ ഇതിനൊന്നും അടിയൊന്നും ഇല്ല. ഇവർക്ക് അടിയൊന്നേ ഇല്ല, എല്ലാത്തിനും പണിഷ്മെന്റുകളേ ഉള്ളൂ. അങ്ങനെ ലൈഫ് ഞങ്ങള് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സന്തോഷം. ഇതുവരെയൊക്കെ ഓക്കെയാണ്. പലരും എന്നെ ഇതിൽ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ ലൈഫ് സക്സസ് ആണ്. അവരായിട്ടും നമ്മൾ ഓക്കെയാണ്. മിങ്കിളിങ് എല്ലാം കറക്റ്റ് ആണ്. നമ്മുടെ ക്ലാസ് അടിപൊളിയായിരുന്നു. താങ്ക് യു. ഹാപ്പി. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പട്ടത്തിന്റെ കേസ് ഞാൻ അവിടെ നിന്ന് കേട്ടത് കറക്റ്റ്. നമ്മള് മക്കള് വിചാരിക്കും, ശരിക്ക് ഏത് മക്കളും വിചാരിക്കുന്നത് അങ്ങനെയാണ്, എന്നെ ഒന്ന് ഒറ്റക്കൊന്ന് പറത്തി വിട്ടിരുന്നെങ്കിൽ പറത്തിയിരുന്നു. പക്ഷെ നമ്മ പറത്തി വിട്ടാലും ഈ പറഞ്ഞ പോലെ അതിന്റെ ത്രെഡ് നല്ല ലൂസാക്കിയിട്ട് വേണം പറത്തി വിടാനായിട്ട്. ഒരു സാമ്പിളിന് പോലും അത് കട്ട് ചെയ്തിട്ട് പറത്തി വിടാതിരിക്കുക എല്ലാവരും. ഓക്കെ, താങ്ക് യു ഓൾ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. സാർ അത് അടിപൊളിയായിട്ട് പറഞ്ഞു. സാർ ആ പണ്ടത്തെ ഓർമ്മയിലാണോ ഇപ്പം മുടി ഇങ്ങനെ നീട്ടി അതെ, വളർത്തിയിരിക്കുന്നത്? എന്റെ മുടി കാണുമ്പോഴേ അച്ഛനപ്പൊ ചിരി. ആദ്യമൊക്കെ എപ്പോഴും വെട്ടാൻ പറയാറുണ്ട്.
പിന്നെ ഞാനിപ്പോ ഹിപ്നോട്ടിസം അതും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ ഒരു എഫക്ട്, ഒരു അതോറിറ്റി ഫീൽ വരണമെങ്കിൽ സാറിന്റെ ഒരു ഇത് ഐഡന്റിറ്റി ആണത്. ആ പണ്ട് ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാല് നമ്മുടെ ജഗതിയുടെ ഒക്കെ ഒരു സിനിമയില് താടി ഇങ്ങനെ പിടിച്ച് വലിക്കണുണ്ടല്ലേ ഒരു സിനിമയില്, ഉം ഉം. ആ ഒരു ഫീൽ വരുന്ന എല്ലാവർക്കും ഹിപ്നോട്ടിസ്റ്റ് എന്ന് പറയുമ്പോള് ഒരു പൂശാന്താടി പോലെ ഒരു സംഭവം ഇങ്ങനെ വലിച്ചു നീട്ടി വെച്ചിട്ട് ഒരു ഗ്ലാസ് കുറച്ചിങ്ങനെ മൂക്കിന്റെ അവിടെ ഒക്കെ താഴ്ത്തി വെച്ചിട്ടുള്ള ഒരു ജഗതി ഉണ്ട് ഒരു ഉം ഉം. സിനിമയില്. ഉം ഉം. ആ ഒരു ഫീലാണ് ഹിപ്നോട്ടിസ്റ്റ് ഒക്കെ ഉണ്ടെന്ന്. ഇപ്പൊ എന്ന് പറഞ്ഞാല് ഒക്കെ മാറി, ഫുള്ള് ഫ്രീക്കന്മാരാണ് ഹിപ്നോട്ടിസ്റ്റുകളൊക്കെ. അപ്പൊ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോലം കെട്ടൽ അപ്പൊ നടത്തുന്നത്. പിടിച്ചു നിക്കണം. അതെ 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 അതെ. ഓക്കെ. അൻസാർ സാറിൽ താങ്ക് യു. നിന്ന് നമുക്ക് കുറെ പുതിയ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടി അല്ലെ? പാരന്റിങ്സിന് കുറെ ടിപ്സ് ഒക്കെ കിട്ടി. ശരിക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ കുട്ടികളെ വളർത്തേണ്ടതും. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഞാനും മക്കളുടെ അടുത്ത് പറയും, കുറച്ചൊക്കെ അവരുടെ ജോലികൾ. ഇപ്പൊ ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് ഇവിടത്തെ സിസ്റ്റം എന്ന് വെച്ചാല് ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് എല്ലാവരും എന്ത് ചെയ്യും, എഴുന്നേറ്റ് സിറ്റ് ഔട്ട് പോയിരിക്കും. എന്നിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്യാനുള്ള ജോലി നമ്മളത് മാത്രം. ചില ആ ഒരു അങ്ങനെ ഒരു പഴയ ആ ഒരു ശൈലി. അപ്പൊ ഞാൻ ഈ മക്കളെ വിളിക്കും, മക്കളെ മൂന്നാളെ വിളിച്ചിട്ട് പറയും, നിങ്ങൾക്ക് കഴിച്ചത് എന്താണോ അത്ര തന്നെ അതേ സാധനം ഞാനും കഴിച്ചത്. അപ്പൊ വരും, നിങ്ങളെക്കാൾ ഒന്നും അധികം എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല, എക്സ്ട്രാ ഞാൻ ഇതൊക്കെ ചെയ്യാം. മൂന്നാള് വരും, ഓരോരുത്തർക്ക് മൂന്നാൾക്ക് 3 ജോലി കൊടുക്കും. ഒരാള് പിന്നെ കബോർഡ് ക്ലീൻ ചെയ്യാൻ പറയും, ഒരാള് പിന്നെ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ പറയും, ഒരാളോട് കഴുകാളൊക്കെ കൊണ്ടുവരാൻ പറയും. അങ്ങനെ മൂന്നാൾക്ക് 3 ജോലി കൊടുത്തിട്ട് അത് തീർപ്പിച്ചുകൊണ്ട് പോരും. അപ്പൊ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ കുറെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉള്ള വീടാണെങ്കിൽ ഇവരെപ്പോഴും ആ സിങ്കിന്റെ അടുത്തൊക്കെ നിൽക്കേണ്ടി വരും ഈ അമ്മ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സ് ഒക്കെ സാറിൽ നിന്ന് കിട്ടി അല്ലെ? ഇതൊക്കെ നല്ല തന്നെയാണ്. കാരണം വെച്ചാൽ കുട്ടികൾക്കും കുറച്ച് റെസ്പോൺസിബിൾ ആവണം. ഈ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ കുട്ടികളെ എൻഗേജ്ഡ് ആവാതെ കുറെ സമയം വേസ്റ്റ് ഉണ്ടാവുമ്പോഴാണ് കുട്ടികൾ എല്ലാത്തിനും അഡിക്റ്റ് ആവുന്നതും എല്ലാം മോശം ക്യാരക്ടേഴ്സ് ബിൽഡ് ചെയ്യാനൊക്കെ കാരണം. അപ്പൊ കുട്ടികളെ പതിയെ പതിയെ നമ്മളെ എൻഗേജ്ഡ് ആവാം, മാക്സിമം എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പം കുറെ മോശം ബിഹേവിയേഴ്സ് അവർ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ അവർ കുറച്ചും കൂടെ ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അതിൽ കുറെ അവർക്ക് കുറെ നല്ല ഡെവലപ്മെന്റ്സിൽ അതിലുണ്ട്. ഇപ്പൊ അവരുടെ ഫാദേഴ്സിനെ മദേഴ്സിനെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു ചെറിയ പ്രോബ്ലം വന്നാൽ അതിനെ സോൾവ് ചെയ്യാനൊക്കെ അവർക്ക് പറ്റും. അപ്പൊ ഒരു ക്യാഷിന്റെ കാര്യമാണെങ്കിലും എന്ത് ചെറിയ കാര്യം വന്നെങ്കിലും അതിന് സോൾവ് ചെയ്തെടുക്കാനുള്ള കഴിവൊക്കെ അവരിലൂടെ കിട്ടും. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഞാനും കുറെ പഴി കേട്ടിട്ടുണ്ട് മക്കളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതിനൊക്കെ. പക്ഷെ നമ്മൾ അവരുടെ നന്മക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ മക്കൾക്ക് പ്രശ്നമില്ല, മക്കൾ അടിപൊളിയാണ്. പക്ഷെ നമ്മൾ എല്ലാവരും പറയും, അതുപോലെ ഫുഡ് കഴിക്കുന്ന കാര്യമാണെങ്കിലും കുറച്ച് ചെറുതിലേ ഞാൻ ഇങ്ങനെ ആ ഒരു സ്പൂൺ ഫീഡിങ് പരിപാടികളൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും പറയും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കൂല, ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കും. പക്ഷെ ഞാൻ പിന്നെ നമ്മളെ കയ്യിലൊരു ഉന്നമുണ്ട്, ആ ഉന്നം ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ അവരിപ്പോ സ്കൂളിലാണെങ്കിലും എവിടെ വിട്ടിട്ടുണ്ടെങ്കിലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഒരു ടിഫിനിൽ നമ്മൾ കൊടുത്തയച്ച ഭക്ഷണം അവർ സ്വയം ഓപ്പൺ ചെയ്ത് കഴിച്ചിട്ടാണ് അവർ വരിക. പക്ഷെ മിക്ക പാരന്റ്സും മീറ്റിംഗ് ചെല്ലുന്ന സമയത്ത് പറയാറുണ്ട്, കുട്ടികൾ ഭക്ഷണം കഴിക്കണില്ല, കഴിക്കാണ്ടാണ് വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ ഇവരെന്താ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഫീഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പൊ ഇവർക്ക് അവിടെ പോകുമ്പോൾ തനിയെ കഴിക്കുമ്പോൾ സ്പീഡ് ഉണ്ടാവില്ല. പിന്നെ സ്കൂളിൽ ഒരു ലിമിറ്റഡ് ടൈമാണ് ഉണ്ടാവുക ഭക്ഷണം കഴിക്കാൻ. അപ്പൊ അതൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യും, ഒരു ടൈം കഴിഞ്ഞാൽ ടീച്ചേഴ്സ് എന്ത് പറയും, പിന്നെ ക്ലോസ് ചെയ്യാൻ പറയും. അപ്പൊ അത് ക്ലോസ് ചെയ്ത് ബാക്കി വീട്ടിലോട്ട് കൊണ്ടുവരും. അപ്പൊ അങ്ങനെ നമ്മൾ ചെറിയ രീതിയിൽ പതിയെ പതിയെ നമ്മൾ കുട്ടികളെ മാറ്റിക്കൊണ്ടുവരണം. എന്നും നമ്മൾ നമ്മൾ അനുഭവിക്കാത്തത് ആ ഒരു രീതിയിൽ കുട്ടികളെ ഇങ്ങനെ എല്ലാ സുഖങ്ങളും കൊടുക്കുമ്പോൾ കുട്ടികൾ കുറച്ച് പ്രയാസങ്ങൾ മനസ്സിലാക്കണം, അറിയണം. അപ്പോഴാണ് അവരൊരു എന്താ പറയാ, ഒരു റഫ് ഫിഗറും കൂടെ അവർക്ക് ഉണ്ടാവുക. അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പോവുക ചെയ്യാം. ഓക്കെ. അപ്പൊ അൻസാർ സാറിൽ നമുക്ക് കുറെ ടിപ്സ് ഒക്കെ കിട്ടി. ഓക്കെ, താങ്ക് യു സർ. ഞങ്ങളുടെ മൂത്ത ആൾക്ക് 10 വയസ്സ് കഴിഞ്ഞു. മൂത്ത മോനാണ്. രണ്ടാമത്തത് മോളാണ്. അവൾക്ക് ഇപ്പോൾ ഒരു ഒന്നാമത്തെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, 5 വയസ്സ്. അപ്പം ഇവർ തമ്മിലൊരു 5 ഇയേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പം മൂത്ത മോന് അപ്പം നല്ല, നമ്മളത് അത്യാവശ്യം ആദ്യത്തെ മോനല്ലേ, അപ്പം നല്ലപോലെ കെയർ ചെയ്തിട്ടൊക്കെ വളർത്തി. രണ്ടാമത്തെ ആളായപ്പം ഇവന് ഭയങ്കര പരാതിയാണ്, അവനെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. അപ്പം കുറച്ചും കൂടെ വന്നപ്പം നമുക്ക് മനസ്സിലായത് എന്തോ പ്രശ്നമാവുന്നു. അപ്പം അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവളുടെ കാര്യങ്ങളൊക്കെ അവനെ അങ്ങ് ഏൽപ്പിക്കും. ഇപ്പം ഡ്രസ്സ് എടുക്കുമ്പം അതുപോലെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പം അവനോട് പറയും, നിനക്ക് തേഴ്സി എന്നാണ് മോളുടെ പേര്, തേഴ്സിക്ക് വേണ്ടത് എന്താന്ന് വാങ്ങിച്ചു കൊടുക്ക്, എന്താ നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ വന്നപ്പോൾ പിന്നെ അവർ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ പതിയെ പതിയെ കുറഞ്ഞു തുടങ്ങി. ഈ അടുത്ത് ഇപ്പം അവന് സ്കൂളിൽ നിന്ന് ടൂറ് പോയിരുന്നു. ടൂറ് പോയപ്പം കുറച്ച് പൈസ കയ്യിൽ കൊടുത്തിരുന്നു അവൻ്റെ ചെലവിനായിട്ട്. കുറച്ച് കാരണം വളരെ കുറച്ച്, 150 രൂപ എന്തോ ആണ് കൊടുത്തത്. ഫുഡൊക്കെ അവിടുന്ന് കിട്ടും അവർക്ക്, അവരുടെ വഴി ചെലവിനുള്ള പൈസയാണ്.
പക്ഷെ അവൻ എന്നിട്ട് അതിൽ നിന്ന്, ഞങ്ങൾക്കൊരു ചെറിയ മോനും കൂടെ ഉണ്ട്, അതിൽ നിന്ന് രണ്ടാൾക്കും വളയും അതുപോലെ ചെറിയ ആൾക്ക് കളിക്കുന്ന ടോയ്സും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പറയാതെ തന്നെ, നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല വാങ്ങിക്കണം എന്നുള്ളത്. അപ്പം മാം നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഇത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് കുട്ടികൾക്ക് തോന്നുമ്പോൾ അവരത് ചെയ്യും. അത് ചെയ്യുന്നത് മാത്രമല്ല, അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റും മാറും. അവര് തമ്മിലൊരു മറ്റേത് ബോണ്ട് ഉണ്ടാവും. അതെ, അവർ തമ്മിലൊരു ബോണ്ട് ഉണ്ടാവും. മറ്റേത് അവർക്ക് എപ്പോഴും പരാതിയായിരിക്കും, എന്നെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എത്ര ചെയ്താലും അവരുടെ ആ പരാതിയും മാറില്ല. പിന്നെ ഈ റെസ്പോൺസിബിൾ ആകുമ്പോ എന്താ വെച്ചാൽ അതിനൊന്നുള്ള സമയമില്ല, അങ്ങനെ ചിന്തിക്കാനുള്ള സമയമില്ല. അവര് നമ്മളെ കൂടെ വർക്ക് ചെയ്യല്ലേ. അതെ, അതാണ്. കറക്റ്റ്. ഓക്കെ. അപ്പം ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇനി ഉണ്ടല്ലോ ആളുകള്. എല്ലാവരും കേട്ടു എന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ ഇന്ന്? ഓക്കെ. സജന മാം ഇന്നലെ കുറച്ച് ലേറ്റ് ആയി വന്നപ്പം, അപ്പൊ അതാണ് മാം ജോയിൻ ചെയ്യാതിരുന്നത്. അതുകൊണ്ട് ഇപ്പൊ നാളെ വീണ്ടും വരും. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്, നമ്മുടെ 200th എപ്പിസോഡാണ് വരുന്ന വെനസ്ഡേ. ഓക്കെ, അപ്പൊ നമ്മള് അന്ന് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാരും അതിൽ പങ്കെടുക്കുക ഈ വെനസ്ഡേ മോർണിംഗ്. ഓക്കെ, താങ്ക് യു. ഓക്കെ. ബൈ. താങ്ക് യു. താങ്ക് യു.